PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഭൂമിശാസ്ത്ര പഠന ഉപകരണങ്ങൾ. നമുക്ക് ഏതൊക്കെയാണ് അവയെന്ന് നോക്കാം. ആദ്യത്തേത് റെയിൻ ഗേജ് ആണ്. റെയിൻ ഗേജ് എന്ന് പറയുന്നത് മഴ അളക്കുന്ന ഉപകരണത്തിനെയാണ് റെയിൻ ഗേജ് എന്ന് പറയുന്നത്. ആനിമോമീറ്റർ എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? ആനിമോമീറ്റർ. ബാരോമീറ്റർ എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന്. ബാരോമീറ്റർ ആണ്. അടുത്തത് അൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അൾട്ടിമീറ്റർ. അടുത്തത് പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ ഉയർന്ന താപം, ശക്തി ഇവ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് പൈറോമീറ്റർ. തിയോഡോലൈറ്റ് എന്താണ്? ഭൂസർവേ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തിയോഡോലൈറ്റ്. അടുത്തത് സൊളോരിമീറ്റർ എന്ന് പറഞ്ഞാൽ സൗര വികിരണം അളക്കുന്നതിനാണ് സൊളോരിമീറ്റർ ഉപയോഗിക്കുന്നത്. നെഫോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ മേഘങ്ങളുടെ ഉയരം, ചലനം ഇവയൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് നെഫോസ്കോപ്പ്. ജിയോഡിമീറ്റർ എന്താണ്? അതിവിസ്തൃത പ്രദേശങ്ങളുടെ സർവേ. അതിവിസ്തൃത പ്രദേശങ്ങളുടെ സർവേ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ജിയോഡിമീറ്റർ. എക്കോ സൗണ്ടർ എന്ന് പറഞ്ഞാൽ മഞ്ഞുപാളികളുടെ കനം, സമുദ്രത്തിൻ്റെ ആഴം ഇവയൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് എക്കോ സൗണ്ടർ എന്ന് പറയുന്നത്. ടെല്യൂറോമീറ്റർ അകലെയുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടെല്യൂറോമീറ്റർ. അടുത്ത ലാസ്റ്റ് വൺ ക്രയോമീറ്റർ ആണ്. ക്രയോമീറ്റർ എന്ന് പറഞ്ഞാൽ താഴ്ന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രയോമീറ്റർ എന്ന് അറിയപ്പെടുന്നു. അപ്പം നമുക്ക് ഒന്നേന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. റെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ മഴ അളക്കാൻ ഉപയോഗിക്കുന്നു. ആനിമോമീറ്റർ കാറ്റിൻ്റെ വേഗത അളക്കാൻ. ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാൻ. അൾട്ടിമീറ്റർ ഉയരം അളക്കാൻ. പൈറോമീറ്റർ ഉയർന്ന താപം, ശക്തി എന്നിവ അളക്കാൻ. തിയോഡോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭൂസർവേ അളക്കുന്നതിന്. സൊളോരിമീറ്റർ എന്ന് പറഞ്ഞാൽ സൗരവികിരണം. നെഫോസ്കോപ്പ് മേഘങ്ങളുടെ ഉയരം, ചലനം എന്നിവയുടെ അളവെടുക്കുന്നതിന്. ജിയോഡിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിവിസ്തൃത പ്രദേശങ്ങളുടെ സർവേ അളക്കുന്നതിന്. എക്കോ സൗണ്ടർ മഞ്ഞുപാളികളുടെ കനം, സമുദ്രത്തിൻ്റെ ആഴം എന്നിവ അളക്കുന്നതിന്. ടെല്യൂറോമീറ്റർ അകലെയുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്നു. ക്രയോമീറ്റർ എന്ന് പറഞ്ഞാൽ താഴ്ന്ന താപനില അളക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇതിൽ അന്തരീക്ഷ മർദ്ദം, അതുപോലെ മഴ, കാറ്റിൻ്റെ വേഗത, പിന്നെ സമുദ്രത്തിൻ്റെ ആഴം ഇവയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസിന് ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.